ADGPക്കെതിരായ ആരോപണങ്ങളും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട PR വിവാദങ്ങൾക്കുമിടെ CPM CPI നിർണായക നേതൃയോഗങ്ങൾ അല്പസമയത്തിനകം തുടങ്ങുകയാണ്. നാളെ ചേരുന്ന നിയമസഭാ സമ്മേളനത്തിന് മുൻപ് ADGPക്കെതിരെ നടപടി വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPI. 11 മണിക്ക് മുഖ്യമന്ത്രി നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ PR വിവാദങ്ങളിലും ADGP വിഷയത്തിലും പ്രതികരണം ഉണ്ടായേക്കും. അമൽ തേനമ്പറമ്പിലും AK സ്റ്റെഫിനും വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. സ്റ്റെഫിനിലേക്കാണ് ആദ്യം. സ്റ്റെഫിൻ, ഇന്ന് നേതൃയോഗങ്ങൾ ഉണ്ടായിരിക്കെ CPMന്റെയും CPIയുടെയും നേതൃയോഗങ്ങൾ ചേരാനിരിക്കെ ഇന്നലെ രാത്രിയായിരുന്നു AKG സെന്ററിൽ വളരെ പെട്ടെന്ന് തീർത്തും അപ്രതീക്ഷിതമായ ഒരു കൂടിക്കാഴ്ചയൊക്കെ നടക്കുന്നത്. ആ കൂടിക്കാഴ്ചയിൽ കിട്ടിയിട്ടുള്ള ഉറപ്പുകൾ, ആ ഉറപ്പിന്മേലാണ് ഇന്ന് രണ്ട് പാർട്ടിയിലും കാര്യങ്ങൾ സംസാരിക്കേണ്ടത്. മുന്നണി എന്ത് തീരുമാനത്തിലേക്ക് എത്തുന്നു എന്ന് അറിയുകയും ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ഏത് തരത്തിലേക്ക് CPIയും CPMും എത്തിയിട്ടുണ്ട്? ഒപ്പം തന്നെ വാർത്താ സമ്മേളനത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, എന്തൊക്കെ കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ മറുപടി പ്രതീക്ഷിക്കേണ്ടതുണ്ട്? അക്ഷയ, ഏതായാലും ഏറ്റവും സുപ്രധാനമായ കാര്യം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ PR വിവാദവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മറുപടി എന്താണ് എന്നുള്ളതാണ്. കാരണം CPMോ മുഖ്യമന്ത്രിയോ ഈ PR-നെ കുറിച്ച് പറയുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല. മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ നമ്മൾ കോവിഡ് കാലത്ത് കേട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ PR ഏജൻസി ഉപയോഗിച്ച് സർക്കാരും മുഖ്യമന്ത്രിയും പ്രചാരവേല നടത്തുന്നു എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന് അതിരൂക്ഷമായ ഭാഷയിൽ PR ഏജൻസി അല്ലെങ്കിൽ PR വർക്ക് പിണറായി വിജയൻ എന്നൊരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ LDFിനോ CPMനോ ഒന്നും തന്നെ ആവശ്യമില്ല എന്ന് അദ്ദേഹം വളരെ അധികം രൂക്ഷമായ ഭാഷയിൽ തന്നെ അന്ന് പ്രതികരിച്ചതാണ്. ഇപ്പോഴും ആ പ്രതികരണം തന്നെയാണോ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. പ്രത്യേകിച്ചും ഹിന്ദു അവരുടെ വിശദീകരണത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു PR ഏജൻസി നൽകിയിരിക്കുന്ന ആ കത്തിൽ അടങ്ങിയിരിക്കുന്ന വിശദാംശങ്ങളാണ് ആ പത്രത്തിൽ അടിച്ചു വന്നത്. ആ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളായി പത്രത്തിൽ അടിച്ചു വന്നത് ആ കാര്യമാണ് എന്ന് ഹിന്ദു തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ഏതായാലും മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ എന്ത് വിശദീകരണം നൽകുമെന്നുള്ളതാണ്. ഒപ്പം സർക്കാരിനെ വലിയ തോതിൽ പ്രതിരോധത്തിൽ ആക്കുന്ന വിഷയങ്ങളാണ് ഈ സമീപകാലത്തെല്ലാം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ CPIയെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ഒരു നിലപാട് മാത്രമേ അവർക്കുള്ളൂ. അതായത് പൂരം കലക്കലുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ തുടർ അന്വേഷണം ഉണ്ടാകണം, ഒരു പുനരന്വേഷണം വേണം, അത് കൃത്യമായ രീതിയിൽ തന്നെ നടക്കണം. കാരണം ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ADGP MR അജിത് കുമാറാണ്. അത് നേരിയ ശുപാർശയോടുകൂടി അല്ലെങ്കിൽ പുനരന്വേഷണം വേണം എന്ന് തന്നെ ഒരു ശുപാർശയോടുകൂടി DGP അത് മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. ആ ഘട്ടത്തിൽ ആ നിലപാടിൽ തന്നെ CPI ഉറച്ചു നിൽക്കുന്നു. ഒപ്പം RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ADGPയെ ക്രമസമാധാന ചുമതലയിൽ ഇപ്പോഴും നിലനിർത്തുന്നത് അഭികാമ്യമല്ല. അത് മുന്നണിക്കും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുമൊക്കെ തന്നെ വലിയ തോതിൽ പേരുദോഷം ഉണ്ടാക്കുന്നതാണ് എന്ന് CPI CPMനെ അറിയിച്ചിട്ടുണ്ട്. വലിയ തോതിലുള്ളൊരു പ്രതിഷേധം മുന്നണിക്കകത്തു നിന്ന് തന്നെ നേരത്തെ മുതൽ CPI ഒരു സമ്മർദ്ദം ശക്തമാക്കുന്നുണ്ട്. അതൊക്കെ നിലനിൽക്കെ എന്ത് നിലപാട് അക്കാര്യത്തിൽ മുഖ്യമന്ത്രി എടുക്കും, എന്ത് പറയും എന്നുള്ളതും ഏറെ നിർണായകമാണ്. അങ്ങനെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണം വരേണ്ടതുണ്ട്. ഒപ്പം ഇന്ന് CPMന്റെയും CPIയുടെയും സംസ്ഥാന നേതൃയോഗങ്ങൾ നടക്കുകയാണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആരംഭിച്ചിട്ടുണ്ട്. അതിലും ഈ വിഷയങ്ങൾ, ഒപ്പം PV അൻവർ കൊളുത്തിവിട്ട ആ വിവാദങ്ങളിലേക്കൊക്കെയുള്ള പ്രതിരോധം എങ്ങനെ ഇനി തുടർന്ന് നീക്കണം എന്നുള്ള കാര്യമൊക്കെ തന്നെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകും. ഒപ്പം CPI ഈ കാര്യത്തിൽ ഉള്ള നിലപാട് ഇന്നലെ മുഖ്യമന്ത്രിയെ ബിനോയ് വിശ്വം നേരിട്ട് അറിയിച്ചിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി മറുപടി പറയുമെന്ന് അറിയേണ്ടതുണ്ടെന്ന്. കാരണം എല്ലാം അതീവ ഗൗരവതരമായിട്ടുള്ള, അത്രമേൽ സർക്കാരിനെയും പാർട്ടിയെയും മുന്നണിയെയും പ്രതിരോധത്തിലാക്കി തീർക്കുകയും ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ്. മുന്നണിയിൽ തന്നെ മുറിമുറിപ്പുണ്ടാകുമ്പോൾ ഏതിലൊക്കെ മറുപടി പറയേണ്ടതുണ്ട് എന്നറിയേണ്ടത്. മാർഷൽ വി സെബാസ്റ്റ്യൻ അമൽ തേനമ്പറമ്പിൽ കൂടിയുണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. മാർഷലിലേക്ക് ഒന്ന് പോവുകയാണ്. മാർഷൽ, അവസാനം ഏറ്റവും ഒടുവിലത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഓർക്കുകയാണ്. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്, നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെയും മറുപടി പറഞ്ഞിട്ടേ ഞാൻ പോകൂ, ഞാനിവിടെ ഉണ്ടല്ലോ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഓർക്കുകയാണ്. ഇന്നിപ്പോൾ അദ്ദേഹം മറുപടി പറയേണ്ടി വരുന്നത് ഈ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ PR ഏജൻസി ഏതെങ്കിലും തരത്തിൽ ഇടപെടുന്നുണ്ടോ, അതിലെ വാസ്തവം എന്താണ്, പൊരുൾ എന്താണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അടക്കം അദ്ദേഹം പറയേണ്ടതുണ്ട്. ഇന്നത്തെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തെ നമ്മൾ അത്തരത്തിലൊരു പ്രതീക്ഷയോടെ നോക്കി കാണേണ്ടതുണ്ടോ? എങ്ങനെയായിരിക്കും അത്? അക്ഷയ, 15ാം കേരള നിയമസഭയുടെ 12ാമത്തെ സമ്മേളനം നാളെ ആരംഭിക്കാനിരിക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വാർത്താ സമ്മേളനം വിളിക്കേണ്ടി വരുന്നു എന്നുള്ളത് സർക്കാരിനെതിരെ ഉണ്ടായിട്ടുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും എത്രമാത്രം ശക്തമായിട്ട് സഭയിൽ തന്നെ നേരിടാൻ സാധിക്കും എന്നുള്ളതിൻ്റെ മുൻകരുതൽ എന്ന നിലയിൽ മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. കാരണം നാളെ നിയമസഭ തുടങ്ങുമ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ ഇത്തരം ആരോപണങ്ങളെല്ലാം ഉയർന്നു വരും. അതിനു മുമ്പ് സഭയിൽ നൽകുന്നതിനേക്കാളും വളരെ കൃത്യമായിട്ട് ഈ വിഷയങ്ങളെല്ലാം രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മറുപടി പൊതുസമൂഹത്തിന് മുമ്പിൽ നൽകുക, അതിനുശേഷം
ശേഷം നിയമസഭാ സമ്മേളനത്തെ നേരിടുക എന്നുള്ള തന്ത്രം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, ഇടതുമുന്നണിയിലെ ഘടകകക്ഷികളിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള CPI തൃശൂർ പൂരം കലക്കുന്നതുമായി ബന്ധപ്പെട്ട് RSS നേതാക്കളുമായി ADGP അജിത് കുമാർ നടത്തിയ ചർച്ചയുമായി ബന്ധപ്പെട്ടുമെല്ലാം തന്നെ നിരവധി തവണ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പരാതികൾ അറിയിച്ചിരുന്നു. എന്നാൽ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ DGPയുടെ മറുപടി വരട്ടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നടപടി സ്വീകരിക്കാം എന്നുള്ള നിലപാടാണ് കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ DGPയുടെ റിപ്പോർട്ട് നൽകേണ്ട സമയമായിരിക്കുന്നു. DGPയുടെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നറിയാൻ താല്പര്യമുണ്ടോ എന്നുള്ള രീതിയിൽ ഇന്നലെ CPI തങ്ങളുടെ നിലപാട് അറിയിച്ചിരുന്നു. ഇന്ന് CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് നടക്കുകയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഘടകകക്ഷികൾക്കുണ്ടായിട്ടുള്ള ആ പരിഭവം തീർക്കുവാൻ വേണ്ടിയുള്ള ഒരു മറുപടി നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊന്ന് സ്വയംകൃതിയാണ്. അതായത് മലപ്പുറവുമായി ബന്ധപ്പെട്ട് ദ ഹിന്ദു പത്രത്തിൽ നൽകിയിട്ടുള്ള പരാമർശം സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെല്ലാം തന്നെ CPM എന്ന സംഘടനയ്ക്കും വളരെയധികം പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒന്നായിരുന്നു. അപ്പോൾ ആ കാര്യത്തിൽ PR ഏജൻസിയാണ് ഇടപെട്ടത് എന്നുള്ള ഹിന്ദുവിന്റെ പരാമർശം, ഒരു ദേശീയ പത്രം ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിലൊരു മറുപടി നൽകേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ കഴിഞ്ഞ 2 ദിവസമായി ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകുവാൻ വേണ്ടി സർക്കാരിനോ മുഖ്യമന്ത്രിക്കോ CPM-നോ സാധിച്ചിട്ടില്ല. അക്കാര്യത്തിൽ ഒരു വിശദീകരണം നടത്തേണ്ടി വരും. അതോടൊപ്പം തന്നെ അൻവർ എന്ന സ്വന്തം MLA അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ, പരാതികൾ ഇത് കഴിഞ്ഞ 1 മാസമായിട്ട് കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കുകയാണ്. അൻവറിന് പല കാര്യങ്ങൾക്കും മറുപടി പറയേണ്ടതുണ്ട്. അൻവർ കഴിഞ്ഞ തവണ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പാർട്ടിയുടെ ഭാഗമാണ്, അതല്ലെങ്കിൽ MLA എന്ന നിലയിൽ ആ രീതിയിലുള്ള സംരക്ഷണം അൻവറിന് ലഭിച്ചിരുന്നു. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. പരസ്യമായിട്ട് മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും വെല്ലുവിളിച്ചുകൊണ്ട് അൻവർ തന്നെ തേരോട്ടം തുടരുമ്പോൾ അക്കാര്യത്തിൽ ഇന്ന് നിലപാട് സ്വീകരിക്കണമെന്ന് കോഴിക്കോട്ടൊക്കെ സംസാരിക്കുമ്പോൾ അൻവറിനെതിരെ കുറെ കാര്യങ്ങൾ പറയാതെയും നേരിട്ട് പറഞ്ഞുമൊക്കെ മുഖ്യമന്ത്രി അതിൽ മറുപടിയൊക്കെ നൽകുന്നത് നമ്മൾ കാണുകയുണ്ടായിരുന്നു. ഞാൻ അമൽ തേനമ്പറമ്പിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. അമൽ, ഇന്നിപ്പോൾ അതായത് നിയമസഭാ സമ്മേളനം നടക്കാൻ പോവുകയാണ്. സഭാ സമ്മേളനത്തിന് മുൻപ് തന്നെ ചില ചോദ്യങ്ങളിലൊക്കെ ആ തരത്തിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് എന്ത് തരത്തിലുള്ള കുതന്ത്രം എന്ന് നമുക്ക് പറയാം, അത് മെനഞ്ഞ് ആ ഒരു സംരക്ഷണ കവചം ഏർപ്പെടുത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ഇരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇന്ന് വാർത്താ സമ്മേളനം നടക്കുന്നതിന് തൊട്ടു തലേന്ന് തന്നെ CPI-യുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. അവരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടാണോ ഇന്ന് വാർത്താ സമ്മേളനത്തിലേക്ക്? ഒരു പക്ഷേ അദ്ദേഹം പല കാര്യങ്ങൾ പറഞ്ഞേക്കാം. അതിൽ മറുപടി പ്രതികരണത്തിനായി ആദ്യം പോവുക CPI-യുടെ അടുത്തേക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും CPI തൃപ്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സേഫ് സോണിൽ കൂടിയാണോ ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നടക്കാൻ പോകുന്നത്? മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് വലിയ ആകാംക്ഷയുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ എന്തെല്ലാം വിഷയങ്ങൾ പരാമർശിക്കും, ഏത് വിഷയത്തിലാണ്? കഴിഞ്ഞ തവണയൊക്കെ ഇതിനു തൊട്ട് മുൻപ് നടന്ന വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ആദ്യഘട്ടത്തിലെല്ലാം മാധ്യമങ്ങൾക്കുള്ള വിമർശനമായിരുന്നു. ഏകദേശം 1 മണിക്കൂർ 40 മിനിറ്റ് നീണ്ട വാർത്താ സമ്മേളനത്തിൽ ഏകദേശം 55 മിനിറ്റോളം സമയം മാധ്യമങ്ങൾ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ സമർപ്പിച്ച റിപ്പോർട്ടിന്മേലുള്ള ചില പിശകുകളൊക്കെ ചൂണ്ടിക്കാണിച്ച് മാധ്യമങ്ങളെ വിമർശിക്കുന്നതായിരുന്നു ആദ്യത്തെ 55 മിനിറ്റ്. പക്ഷേ പിന്നീടുള്ള സമയം മുഖ്യമന്ത്രി പറഞ്ഞത്, നിങ്ങൾക്ക് ചോദിക്കാനുള്ളതെല്ലാം ചോദിക്കൂ, ഞാൻ മറുപടി പറഞ്ഞിട്ടേ പോകൂ, ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞാണ് മുഖ്യമന്ത്രി എല്ലാ വിവാദ വിഷയങ്ങൾക്കും മറുപടി പറഞ്ഞ് മടങ്ങിയത്. ആ വാർത്താ സമ്മേളനമാണ് PV അൻവറിനെ കൂടുതൽ പ്രകോപിപ്പിച്ചത്. ഇപ്പോൾ